നമ്മളൊരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നു. അത് നമുക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെയോ നമ്മുടെ ഊണുമേശയിലെ വിഷമില്ലാത്ത പച്ചക്കറികൾ കൊണ്ട് നല്ല കറികൾ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് നമുക്ക് വ്യാവസായികമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ചെറിയ കൃഷിത്തോട്ടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നെ എന്താണ് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വലിയ രീതിയിലോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ വെണ്ടയ്ക്ക നമുക്ക് എങ്ങനെ നട്ടുപിടിപ്പിക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ മിലീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ പിന്നെ വെണ്ടയ്ക്കയൊക്കെ നടുമ്പോൾ അതുപോലെ തന്നെ ഏത് പച്ചക്കറികൾ നടുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു വളമുണ്ട്. അതായത് നമ്മുടെ കൈവളമാണ്, നമ്മുടെ കൈ കൊണ്ടുള്ളൊരു പ്രയോഗമാണ്. ഇപ്പോൾ അത് എന്താണെന്ന് നോക്കാം. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നമ്മൾ നട്ട് താണ്ട് ഒരു 4-5 ഇലയൊക്കെ പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ എന്താ വേണമെന്ന് പറയുമ്പോൾ ചെറുതായിട്ട് താണ്ട കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് മണ്ണിളക്കിയിട്ട് കൊടുക്കണം. കണ്ടോ, ഇതെല്ലാത്തിനും ഞാൻ ഇങ്ങനെ പറയുന്നതാണ്. കുറച്ച് പേരെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും, അവർക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഇതിനകത്ത് അടുത്ത മുകളം വരുമ്പോഴത്തേക്കും നമ്മളിനി വളപ്രയോഗമൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പോൾ ഞാനിവിടെ 3 ലൈനായിട്ട് 3 ടൈപ്പ് വെണ്ടയാണ് നട്ടിരിക്കുന്നത്. കുറച്ച് ഗ്രോ ബാഗിനകത്ത് മാത്രമേ ഉള്ളൂ കിളിക്കാൻ നിന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നല്ല റെഡ് വെണ്ട ഫുള്ള് കിളിച്ചിട്ടുണ്ട്. റെഡ് വെണ്ട ഇവിടെ ഫുള്ള് കിളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അർക്കാനാമികയാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് കൊമ്പൻ വെണ്ടയാണ്. കൊമ്പൻ വെണ്ടയിൽ കുറച്ചൊക്കെ അനങ്ങാതെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിനകത്തൊക്കെ നമുക്കൊന്ന് വളം ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്ത് വെണ്ടയിൽ വളം ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കോഴിവളവും അതേപോലെ തന്നെ ആട്ടിൻ കാഷ്ടവും കൂടെ പൊടിഞ്ഞതാണ്. ഇതിപ്പം കോഴിവളം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറക്കപ്പൊടി ഉണ്ടല്ലോ, അത് കോഴിക്കൂട്ടിലിട്ട് കൊടുക്കും. അപ്പോൾ അത് നല്ല മിക്സായിട്ട് ഇങ്ങനെ കിടന്നോളും. എന്നിട്ട് ഒരു ചാക്കിനകത്ത് വാരി കെട്ടി വെച്ചിരിക്കും ആട്ടിൻ കാഷ്ടവും കൂടെ. അതിങ്ങനെ കിടന്ന് നല്ലതുപോലെ പൊടിഞ്ഞതാണ്. അപ്പോൾ ഈ മഴ സമയത്ത് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കോഴിവളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അതങ്ങോട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇടേണ്ട ചെടിയുടെ വെണ്ടയ്ക്കയാണെങ്കിൽ വെണ്ടയ്ക്ക, ഏത് പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ചെവിടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്തതിന് ശേഷം ഒരു 2 കോരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുഞ്ഞാണല്ലോ, അപ്പം അതിനനുസരിച്ച് നമ്മൾ വളപ്രയോഗം നടത്തിയാൽ മതി. വളരുന്നതിനനുസരിച്ച് നമുക്ക് വളം ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ എല്ലാ വിളകൾക്കും ഇടുന്നതാണ് സൂപ്പർ മീൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. അത് വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടെ മിക്സായിട്ടുള്ളൊരു വളമാണ്. ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. അതും ദൂരം മാറ്റി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉറപ്പിച്ച് വെക്കാൻ നിർത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് പച്ചിലയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. കാരണം വെള്ളം കുത്തനെ വന്ന് വീണാൽ നമ്മുടെ ഈ പ്രയോഗിച്ചതായ വളമൊക്കെ മഴയത്ത് ഒഴുകിപ്പോകും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഉപയോഗമില്ലാത്ത നമ്മുടെ പച്ചക്കറി കൃഷിയുടെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിലോ പിന്നെയും വേര് കിടന്ന് കിളിക്കാത്ത രൂപത്തിലുള്ളതായ പുല്ലൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ഏത് പച്ചിലയെന്ന് പറഞ്ഞാലും നമ്മുടെ ഏറ്റവും നല്ലത് നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയാണ് കേട്ടോ. ശീമക്കൊന്നയുടെ ഇല, പൂച്ചെടിയുടെ ഇല, അതൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല. പിന്നെ ഇലകൾ മാത്രം വട്ടയില, പഴുത്ത പ്ലാവില അതൊക്കെ കൊണ്ടുവന്ന് ഉപയോഗിക്കാം. തേക്കിൻ്റെ ഇലയൊന്നും കൊണ്ടുവന്ന് ഇടാതിരിക്കുക. ഇനി ഇതേപോലെ നമുക്ക് എല്ലാത്തിലും ഒതുക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കണം നമ്മുടെ ഗ്രോ ബാഗിനകത്തോട്ട്. അപ്പം നമ്മൾ ഇതിനകത്തിട്ട വളവും പോകത്തില്ല. ഈ പച്ചില ഇതിനകത്ത് കിടന്ന് അഴുകിയിട്ട് ഇതിനകത്ത് നല്ലൊരു വളമായിട്ട് മാറിക്കോളും. ഇങ്ങനെ അങ്ങോട്ട് നിർത്തിയേക്കാം. അപ്പോൾ നമ്മുടെ ചെടിയെ നല്ലതുപോലെ നേരെ അങ്ങോട്ട് നിർത്തുക. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് വേണം, അടുത്ത വളപ്രയോഗമൊക്കെ ചെയ്യണം. അപ്പം നമുക്കിനി ഇതിനകത്ത് ജൈവ സ്ലറിയൊക്കെ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ടപ്പേന്ന് അങ്ങ് വളർന്നു വരും. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിനും ഇനി വളം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലാത്തിനും ചെവിടെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. വേറെയൊക്കെ ഓരോന്നൊക്കെ വളർന്നു വരുന്നുണ്ട് അതിനകത്ത്. എന്നിട്ട് വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിനകത്തോട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുത്ത് അതിനെ അങ്ങ് ഉഷാറാക്കി നിർത്തണം.
ഇപ്പോൾ ഏത് വളം കൊടുക്കുമ്പോഴും നമ്മൾ സ്വല്പം മണ്ണ് അതിന് മുകളിൽ ഇട്ട് കൊടുക്കണം. പിന്നെ ഇനി കുറച്ച് പച്ചിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചിലയും കൂടെ നമുക്ക് അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ക്ഷമയോടുകൂടിയിരുന്ന് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിതിനകത്തൊരു സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അതോട്ട് ഞാൻ മണ്ണിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്കും ഇതേപോലെയൊക്കെ കൃഷിയൊക്കെ ചെയ്യേണ്ടായോ? അപ്പം ഇതേപോലെ ഒരു 6-7 ടൈപ്പ് വെണ്ട വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com-ലുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിച്ച് നടാട്ടോ. ഓണകാലമൊക്കെ വരുമല്ലേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ വലുതായതിന് എന്താ വളപ്രയോഗം ചെയ്യുന്നത് നോക്കാം. അങ്ങോട്ട് പോകാം. ഇപ്പം വെണ്ടയ്ക്കൊക്കെ നട്ട് നമ്മൾ ആദ്യത്തെ വളപ്രയോഗം ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അതെന്താണെന്ന് നോക്കാം. അപ്പം അതിനകത്ത് ഞാൻ ചാണകവും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പം അതിന് നമുക്കൊന്ന് വെട്ടിയടിപ്പിച്ച് കൊടുക്കാം. അല്ല, അപ്പം മഴക്കാലം ആയാലും മഴയൊക്കെ തോർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് മണ്ണ് അടുപ്പിച്ച് കൊടുക്കേണ്ടതിനൊക്കെ മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കാം. ഇവിടെ ഞങ്ങൾ വളമൊക്കെ ഇട്ട് വെച്ചിരുന്നതായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് തിരിച്ചു കയറിപ്പോയിട്ട് മഴയൊക്കെ ഒഴിഞ്ഞ സമയത്ത് മാറിയ സമയത്ത് വന്നിട്ട് അതാണ്ട് മണ്ണൊക്കെ ഇങ്ങനെ അടുപ്പിച്ചത് നേരത്തെ അടുപ്പിച്ചാണിത്. ഇതിപ്പോൾ അങ്ങോട്ട് അടുപ്പിച്ചതേ ഉള്ളൂ. ഇവിടെ കുറച്ച് അമര നട്ടിട്ടുണ്ട്, അതുതന്നെ വെണ്ട നട്ടിട്ടുണ്ട്. നട്ടതിന് ശേഷം ഇനിയും ഇത് മഴയൊക്കെ പെയ്ത് തറഞ്ഞു പോകാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഇല നമ്മളിവിടെ പറിക്കുന്ന പുല്ലുകൾ തന്നെ ആണെങ്കിലും അതിൻ്റെ ചുറ്റിനും കുറേശ്ശെ ഒന്ന് എടുത്തു കൊടുക്കുക. അപ്പം മണ്ണ് അധികം തറഞ്ഞു പോകത്തില്ല. പറമ്പിലൊക്കെ നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊതുകിൻ്റെ ബാറ്റും കൂടെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യമില്ലാതെ വെള്ളങ്ങളൊക്കെ വെള്ളമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ തട്ടിക്കളയുക. ചിരട്ട, അതേപോലെ ടിന്നുകൾ അതൊക്കെ അയ്യത്ത് ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ കമിഴ്ത്തി വെക്കണം, വെള്ളമൊക്കെ കളഞ്ഞിട്ട്. അപ്പം വെട്ടിയടിപ്പിച്ച് എല്ലാത്തിൻ്റെയും ചുവട്ടിലോട്ട് കുറേ ഇങ്ങനെ പച്ചിലകളും ഇട്ട് കൊടുക്കാമെങ്കിൽ അത് മണ്ണ് തറഞ്ഞു പോകാതെ ഇരിക്കും. പിന്നെ നല്ലൊരു വളമായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ കൊടുത്തതായ വളമൊന്നും ഒലിച്ച് പോകത്തുമില്ല കേട്ടോ. അപ്പോൾ സമയലഭ്യതയും അതേപോലെ തന്നെ പച്ചില ലഭ്യതയും ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം. പിന്നെ അവിടെ കുറച്ച് വഴുതന നട്ടിട്ടുണ്ട് പല പ്രായത്തിലായിട്ട്. അതിനകത്തൊക്കെ കായൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പം നടാനായിട്ട് നല്ല സമയമാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓരോ പച്ചക്കറിയും നടുമ്പോൾ നമ്മൾ എന്ത് വേണം, ഒരു 1, 2, 3 സ്റ്റേജെങ്കിലും നമ്മൾ വളം കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന മാതിരി നമ്മൾക്ക് അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ 3ാമത്തെ വളപ്രയോഗം ചെയ്ത് നിർത്തിയിരിക്കുന്നത് എൻ്റെ മരവെണ്ടയാണ് ഈ നിൽക്കുന്നത്. ഈ മരവെണ്ട എന്നുണ്ടെങ്കിൽ ആദ്യം ഒക്കെ എനിക്ക് സൂക്ഷിച്ച് നിന്നായിരുന്നു കേട്ടോ. ഒരു മഞ്ഞളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് കൊടുത്ത വളം എന്ന് പറഞ്ഞാൽ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും ഇട്ടിട്ട് വെട്ടിയടിപ്പിച്ച് പണം മാതിരി ആക്കി നിർത്തിയിരിക്കുക. അപ്പോൾ ഈ പണം മാതിരി ആക്കി നിർത്തിയേക്കുന്നതെന്ന് വെച്ചാൽ ഈ വെള്ളം കെട്ടി നിന്ന് അത് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ തടത്തിലൊക്കെ വെള്ളം കിടന്നാൽ, ഇപ്പോൾ നല്ല മഴയല്ലേ, വെള്ളം കിടന്നാൽ അത് അതിൻ്റെ ചുവട് ചീഞ്ഞു പോയിട്ട് നമ്മൾ വിചാരിക്കുന്ന മാതിരി നമുക്ക് വെണ്ടയ്ക്ക കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ പണ കോരി വെച്ചിരുന്നാൽ വെള്ളം അങ്ങ് വാർന്നങ്ങ് പോയിക്കോളും. പിന്നെയെന്ന് പറഞ്ഞാൽ ആ വളം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിനകത്ത് ജൈവ സ്ലറിയും കൂടെ, ജൈവ സ്ലറിക്കകത്ത് 1 പിടി കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചതിന് ശേഷം 1 പിടി ചാണകവും കൂടെ ചേർത്ത് കലക്കി 2 ദിവസം വെച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നേർപ്പിച്ച് ഒഴിച്ചു. അപ്പം ഇതിൻ്റെ മഞ്ഞളിപ്പം ഒക്കെ മാറിയിട്ട് നല്ല ഉഷാറായിട്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ മഞ്ഞളിപ്പം ഒന്നുമില്ല. അഥവാ മഞ്ഞളിപ്പ് വരുവാന്നുണ്ടെങ്കിൽ നിംബിസിഡിൻ, അതായത് നമ്മുടെ വേപ്പധിഷ്ഠിതമായ ഏതെങ്കിലും കീടനാശിനികൾ നമ്മൾ തളിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞളിപ്പൊക്കെ മാറിയിട്ട് ഈ ഇലയുടെ അടിയിൽ ഒരു ബാക്ടീരിയ രോഗമൊന്നും ഇതിനകത്തില്ല. കണ്ടില്ല, മറ്റേതാണെങ്കിൽ കറുത്ത പാടുകളൊക്കെ വരും. അപ്പോൾ അതിനകത്ത് അങ്ങനെയുള്ള ഒരു രോഗവും ഇല്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ ഇലയും അതൊക്കെ തന്നെ കേട്ടോ, ഒരു കുഴപ്പമില്ല. കണ്ടല്ലേ. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളൊന്ന് കൃഷി ചെയ്യുക. നല്ല രീതിയിൽ നമുക്ക് ഈ മഴക്കാലത്തും വെണ്ടയ്ക്ക കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇപ്പോഴേ നല്ലതുപോലെ നമ്മൾ നട്ടെങ്കിൽ മാത്രമേ ഓണ സമയത്ത് നമുക്ക് വെണ്ടയ്ക്കയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വെണ്ടയിൽ ഇപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലചുരുട്ടി പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാകും. മഴ സമയമൊക്കെ ആണല്ലോ. അപ്പം അത് ഡെയിലി വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ കീടനാശിനി ഒന്നും തളിക്കേണ്ടി വരത്തില്ല. അപ്പോൾ തിരിച്ചും പിരിച്ചുമൊക്കെ നോക്കാമെന്നുണ്ടെങ്കിൽ
വലിയ ശല്യമൊന്നുമില്ലാതെ നമുക്ക് കീടങ്ങളെയൊക്കെ നമുക്ക് തുരത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും അടിഭാഗത്തുള്ള തറയിലോട്ട് കിടക്കുന്നതായ ഇലകളെയൊക്കെ നമ്മളങ്ങ് നുള്ളിക്കളയുന്നതായിരിക്കും നല്ലത്. കാരണം കീടങ്ങളൊക്കെ പെട്ടെന്ന് കയറി വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ നുള്ളി മാറ്റുക. അങ്ങനെ എല്ലാത്തിലും നമ്മളൊന്ന് നമ്മുടെ നോട്ടം രാവിലെയും വൈകുന്നേരം ഒരു നോട്ടം ഉണ്ടെങ്കിൽ ഏത് പച്ചക്കറിയെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വെണ്ടയ്ക്കയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഓണത്തിന് വേണ്ടിയിട്ട് ഒരു 10 മൂട് വെണ്ടയ്ക്ക നടാനായിട്ട് ശ്രമിക്കുക. വെണ്ടയ്ക്ക മാത്രമല്ല, അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികളും ഒരു കുറേശ്ശെയെങ്കിലും നടാനായിട്ട് ശ്രമിക്കണേ. ഓണം പ്രമാണിച്ച് 500-നും അതിന് മുകളിലോട്ടും വിത്ത് വാങ്ങിക്കുന്നവർക്ക് നമ്മുടെ പോസ്റ്റൽ ചാർജ് ഫ്രീ ആയിരിക്കും.